മന്ത്രി ബിന്ദുവിന്റെ തിരക്കിനിടയിൽ മന്ത്രിയെ പ്രത്യേകം ക്ഷണിക്കുന്നതിനും പറവൂർ പൗരാവലിയുടെ തീർത്ഥാടീരാത്ത കടപ്പാട് അറിയിക്കുന്നതിനും വേണ്ടിയിട്ടാണ് വളരെ പെട്ടെന്ന് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ആലോചിക്കുന്ന ക്യാമ്പയിൻ നമ്മൾ സംഘടിപ്പിച്ചിട്ടുള്ളത്. നമുക്ക് ഏവർക്കും അറിയുന്നത് പോലെ പറവൂര് പൗരാണികമായ നഗരമാണ്. ഈ നഗരസഭ തന്നെ രൂപം കൊണ്ടിട്ട് 100 കൊല്ലത്തിലധികമായി. വലിയ വാണിജ്യപരമായിട്ടുള്ള പ്രത്യേകതയുള്ള പറവൂർ ചന്തയും പറവൂർ പുഴയും മറ്റു പല പ്രത്യേകതകളും ഉണ്ടായിരുന്ന പൗരാണിക കാലത്തെ പ്രധാനപ്പെട്ട ചരിത്ര വൈദ്യുതമുള്ള വാണിജ്യ പ്രസക്തി ഉണ്ടായിരുന്ന നഗരമാണ്. പക്ഷെ ആ നഗരം, ആ പറവൂർ എന്ന് പറയുന്നത് ഇന്ന് കേരളത്തിന്റെ ഗ്രാമീണ മേഖലകളെല്ലാം വികസിച്ച് ഗ്രാമമേത് പട്ടണമെന്ന് അറിയാൻ സാധിക്കാത്ത രീതിയിൽ ആകെ കേരളത്തിന്റെ 70% ഓർഗനൈസേഷൻ പ്രോസസ്സിലൂടെ നഗരവൽക്കരിക്കപ്പെട്ട് കഴിഞ്ഞ് തിളക്കമാർന്ന പശ്ചാത്തല സൗകര്യങ്ങളുള്ള മേഖലയായെല്ലാം മാറിക്കഴിഞ്ഞപ്പോഴും പറവൂരിന്റെ കാര്യത്തിൽ നേരെ തിരികെയാണുണ്ടായത്. ഒരു റിവേഴ്സ് പ്രോസസ്സാണ് ഉണ്ടായത്. പലൊരു പഴയ പ്രൗഢിയിൽ നിന്ന് പെരുമയിൽ നിന്നെല്ലാം പുറകോട്ടടിച്ച് നല്ലോണം വികസനമൊക്കെ കുറേശ്ശെ മുരടിച്ച് വരുന്ന സ്ഥിതിയുണ്ടായി. പ്രത്യേകിച്ച് കഴിഞ്ഞ കാലനൂറ്റാണ്ടിനിടയിൽ നമ്മൾ കേവലമായ കക്ഷി രാഷ്ട്രീയത്തിന്റെ പുറത്തുള്ള വിമർശനത്തിനൊന്നും നമ്മൾ തയ്യാറില്ല. കേവലമായ രാഷ്ട്രീയം പറയാൻ വേണ്ടിയിട്ടുള്ള വേദി മാത്രമായിട്ട് ഉപയോഗപ്പെടുത്തില്ല. പക്ഷേ ലോകം മാറുമ്പോൾ, നമ്മുടെ കേരളം മാറുമ്പോൾ, ഒരു മണ്ഡലത്തിന്റെ പശ്ചാത്തല വികസനം, ആ മണ്ഡലത്തിന്റെ ആരോഗ്യ മേഖല, ആ മണ്ഡലത്തിന്റെ വിദ്യാഭ്യാസ മേഖല, ആ നഗരം കൂടുതൽ ജീവിതയോഗ്യമായി മാറുന്നതിന് വേണ്ടി, ആ മണ്ഡലം കൂടുതൽ മനുഷ്യർക്ക് കൂടുതൽ മെച്ചപ്പെട്ട ജീവിത യോഗ്യമായ ഒരു മണ്ഡലമാക്കി മാറ്റുന്നതിന് വേണ്ടിയുള്ള പരിശ്രമങ്ങളുടെ കാലത്ത് പറവൂർ നിർഭാഗ്യവശാൽ വളരെയധികം പിന്നോട്ടടിക്കപ്പെട്ടവരുണ്ട്. മുമ്പ് LDFന്റെ MLA ശ്രീ രാജുചേട്ടനുള്ള സമയം പറവൂർ നഗരസഭ നമുക്ക് ആർക്കും മറക്കാനാവാത്ത നേതാവ് അഡ്വക്കേറ്റ് MD ഭരിക്കുന്ന കാലഘട്ടം. ആ കാലഘട്ടത്തിൽ വന്ന വികസനങ്ങൾ മാത്രമേ പറവൂര് അവശേഷിക്കുന്നുള്ളൂ. നമ്മുടെ പല നേട്ടങ്ങൾ, നമ്മുടെ ഉയർന്നു നിൽക്കുന്ന സിവിൽ സ്റ്റേഷൻ, നമ്മുടെ ബൈപ്പാസ് റോഡുകൾ, നമ്മുടെ അംബേദ്കർ പാർക്ക്, നമ്മുടെ സ്റ്റേഡിയം മൈതാനി, അങ്ങനെ പറഞ്ഞാൽ തീരാത്തത്ര പഴയ വികസന നേട്ടങ്ങൾ അത് തന്നെയാണ് ഇപ്പോഴും പറവൂരിലുള്ളൂ. അവിടെ നിന്ന് മുന്നോട്ട് പോകാൻ സാധിക്കുന്നില്ല. ഇടതുപക്ഷ ജനാധിപത്യ സർക്കാരിന്റെ, പ്രത്യേകിച്ചും കഴിഞ്ഞ 9 വർഷക്കാലത്തെ ഒന്നാം പിണറായി സർക്കാരിന്റെയും കഴിഞ്ഞ 4 വർഷക്കാലമായി ഭരണം തുടർന്ന് 4ാം വാർഷികാഘോഷത്തിലേക്ക് പോകുന്ന 2ാം പിണറായി സർക്കാരിന്റെ കാലഘട്ടത്തിനകത്ത് ഈ കേരളത്തിനകത്തുണ്ടായ വിസ്മയകരമായ മാറ്റങ്ങൾ നമ്മളിപ്പോൾ ആഘോഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്നാണ് വിഴിഞ്ഞത്ത് കേരളത്തിന്റെ വികസന സാധ്യതകളെ ആകാശത്തോളം ഉയർത്തുന്ന, ലോകത്തിലെ തന്നെ ഏഷ്യയിലെ തന്നെ വലിയ തുറമുഖമായി വികസിക്കാൻ പോകുന്ന വൻ വികസന സാധ്യതയുള്ള വിഴിഞ്ഞം പോർട്ട് ഇന്ന് പ്രധാനമന്ത്രി, നമ്മുടെ പ്രിയങ്കരനായ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ സാന്നിധ്യത്തിൽ നാടിന് സമർപ്പിക്കുന്ന ആഹ്ലാദകരമായ കാഴ്ച ഈ നാട് മുഴുവൻ കണ്ടു. നടക്കില്ലെന്ന് മനുഷ്യർ കരുതിയിരുന്നു. കേരളം പോലെ ഭൂവിസ്തൃതി കുറഞ്ഞ, വൈകാരികമായ നിലപാടുള്ള മനുഷ്യർ ജീവിക്കുന്ന ഈ കേരളത്തിനകത്ത് ഒരിക്കലും നടക്കില്ലെന്ന് കരുതിയ വലിയ മെഗാ പ്രൊജക്ടുകൾ ഈ കേരളത്തിൽ ഒന്നൊന്നായി നടപ്പാകുന്നത് നമ്മൾ കണ്ടു. ദേശീയപാത പോകുന്നത് നമ്മുടെ ഹൃദയത്തിലൂടെയാണ്. ഈ പറവൂർ മണ്ഡലത്തിന്റെ ഹൃദയം നിലവിളിച്ച പോകുന്നത്. പക്ഷെ എത്ര വേഗത്തിലാണ് സാധ്യമായത് ദേശീയപാത? എത്രയെത്ര വികസന പദ്ധതികൾ! ഇപ്പോൾ അങ്കമാലി കുട്ടന്നൂർ ബൈപ്പാസ്, വലിയ വികസനങ്ങൾ എറണാകുളം ജില്ലയിൽ ഉണ്ടാകും, ഈ കേരളത്തിനകത്തുണ്ടാകും. പക്ഷെ പറവൂരിന് അതിനനുസൃതമായ വികസന പദ്ധതികളെ നേടിയെടുക്കാൻ സാധിക്കാത്തതിന്റെ പോരായ്മകൾ നിലനിൽക്കുന്നുണ്ടായിരുന്നു. ഇത് ഇനി ഒരു MLA കാത്തു നിൽക്കാതെ, MLAയുടെ പരിശ്രമങ്ങൾക്ക് വേണ്ടി ഉറക്കമൊഴിച്ച് കാത്തുകെട്ടി നിരാശരായി കഴിഞ്ഞ് 24 വർഷക്കാലം നിന്നതുപോലെ നിൽക്കാതെ ഈ സർക്കാരിന് സ്വാധീനം ചെലുത്തിക്കൊണ്ട്, ഈ പിണറായി വിജയൻ സർക്കാരിന് വിശ്വാസം അർപ്പിച്ചുകൊണ്ട് ഇവിടത്തെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് നിരവധി കാര്യങ്ങൾ സംസ്ഥാന സർക്കാരിനോട് ആവശ്യപ്പെട്ടു. പുരാതനമായി നിൽക്കുന്ന പറവൂരിലെ താലൂക്ക് ആശുപത്രിക്ക് പുതിയ ബ്ലോക്ക് പണിയുന്നതിന് വേണ്ടി പണം വേണം. 5 കോടി രൂപ അനുവദിച്ചു. മുമ്പ് മുനിസിപ്പൽ ചെയർമാനായിരിക്കെ 3 പതിറ്റാണ്ട് കാലം മുമ്പ് ഏറ്റെടുത്ത് വികസിപ്പിച്ച സ്റ്റേഡിയം മൈതാനി അത് പുറകോട്ടടിക്കുന്നു. ഇപ്പോൾ കഴിഞ്ഞ ബഡ്ജറ്റിലൂടെ 10 കോടി രൂപ അനുവദിച്ചു. വലിയ ബ്രഹ്മപുരം പോലെ പറവൂരിന് ശമമായ വെടിമറയിലെ മാലിന്യ കൂമ്പാരം, അവിടുത്തെ പരമ്പരാഗത മാലിന്യം നീക്കം ചെയ്യുന്നതിന് വേണ്ടി കേരള സോളിഡ് വേസ്റ്റ് മാനേജ്മെന്റ് പ്രൊജക്ടിലൂടെ മന്ത്രി MB രാജേഷ് പ്രത്യേക മുൻകൈയെടുത്ത് പ്രത്യേകം നഗരസഭയെ സഹായിച്ചുകൊണ്ട് 4 കോടി രൂപ മേഘനാന്റെ സഹായത്തോടെ ഇവിടെ ലഭിച്ചു. കണക്കടവ് റെഗുലേറ്റർ ബഡ്ജറ്റ് പണം അനുവദിക്കുന്നു. ഈ പറവൂരിന്റെ നിരവധി വികസന പദ്ധതികൾക്ക് ഇപ്പോൾ സംസ്ഥാന സർക്കാർ
ആരെയും കാത്തു നിൽക്കാതെ പറവൂരിലെ മനുഷ്യരെ ചേർത്ത് പിടിച്ചുകൊണ്ട് ഒന്നിനു പുറകെ ഒന്നായി വികസനം മുരടിച്ച പറവൂരിനെ ഒരു കൈത്താങ്ങായി മന്ത്രി ബിന്ദു ഉൾപ്പെടെ നേതൃത്വം കൊടുക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യങ്ങളുടെ സർക്കാർ താങ്ങും തണലുമായി നിൽക്കുന്നതിൽ പൊൻതൂവലായി നമ്മൾ കിട്ടിയ അംഗീകാരമാണ്, നമ്മൾ കിട്ടിയ ഒരു അനുഗ്രഹമാണ് ഒരു സർക്കാർ കോളേജ് എന്നുള്ള നമ്മുടെ സ്വപ്നം. ഈ കേരളം ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ പുറകോട്ടടിക്കുന്നു എന്നുള്ള വലിയ ചർച്ചകൾ ഉണ്ടായല്ലോ. ആ ചർച്ചകൾക്കിടയിൽ നക്ഷത്ര തിളക്കത്തോടുകൂടി കേരളത്തിന്റെ ഉന്നത വിദ്യാഭ്യാസ മേഖല നമ്മുടെ യൂണിവേഴ്സിറ്റികളെല്ലാം കുതിക്കുന്ന കാഴ്ച നമ്മൾ കാണുന്നുണ്ട്. പക്ഷെ പറവൂർ എങ്ങനെയാണ്? പറവൂരിനെ മാത്രമായിരുന്നാൽ കേരളം ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ മെച്ചപ്പെട്ട മുന്നേറ്റം നടത്തുമ്പോൾ ഈ പറവൂരിന്റെ അവസ്ഥ, പറവൂർ ഉന്നത വിദ്യാഭ്യാസ മേഖലയെ ചൂണ്ടിക്കാണിക്കാൻ പറ്റിയ സ്ഥാപനങ്ങളെ ഇല്ല. പ്രൈവറ്റ് മേഖലയിലുള്ള ഒന്നോ രണ്ടോ കോളേജുകളെ മാറ്റി നിർത്തിയാൽ ഒരു സർക്കാർ കോളേജ് അത് വൈപ്പിൻകരയിൽ വന്നിട്ട് വർഷങ്ങൾ, ഒരു പതിറ്റാണ്ടായിട്ട് പോലും പറവൂരിൽ സർക്കാർ കോളേജ് ഉണ്ടായിരുന്നില്ല. ഉന്നത വിദ്യാഭ്യാസത്തെ ചൂണ്ടിക്കാണിക്കാൻ പോയിട്ടില്ല. നമ്മുടെ പ്രിയങ്കരനായ പ്രതിപക്ഷ നേതാവ് ചേലക്കരയിൽ ഉപതെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ ജനാധിപത്യ സർക്കാരിനെതിരെ ക്യാമ്പയിൻ നടത്തിക്കൊണ്ട് പ്രസംഗിക്കുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടു. ഞാനിവിടെ വന്നപ്പോൾ ഞെട്ടിപ്പോയി. ചേലക്കരയിൽ ഈ ചേലക്കര എത്ര അവികസിതമാണ്. നിങ്ങൾ എന്റെ നാട്ടിൽ വന്ന് നോക്കൂ. അതിന്റെ വീഡിയോ വളരെ ഫേമസ് ആയി. ഈ നാട്ടിൽ വന്ന് നോക്കി ചേലക്കരയിൽ രാധാകൃഷ്ണൻ നേതൃത്വത്തിലുള്ള 4 ഗവൺമെന്റ് ഐടികളുണ്ട്. ഈ പറവൂരിലെ വിദ്യാഭ്യാസ മേഖലയിൽ ഒരു ഗവൺമെന്റ് ഐടി പോലുമില്ല. ചേലക്കര മണ്ഡലത്തിൽ സർക്കാർ പോളിടെക്നിക്കുണ്ട്, പറവൂരിൽ സർക്കാർ പോളിടെക്നിക്ക് പോലുമില്ല. ഉന്നത വിദ്യാഭ്യാസ മേഖലയും കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ ചേലക്കരയൊക്കെ പറവൂരിനേക്കാൾ എത്രയോ മുകളിലാണ്. ഞങ്ങൾ വിനയത്തോടു കൂടി ചോദിക്കാൻ ഗവൺമെന്റ് ഐടി നമുക്ക് വേണ്ടേ? എന്നെ നേടിയെടുക്കാമായിരുന്നു. ഒരു പോളിടെക്നിക്ക് വേണ്ടേ? പോളിടെക്നിക്ക് പഠിച്ച ഗുണം പറയാമോ? മന്ത്രി ബിന്ദുവിന്റെ നേതൃത്വത്തിൽ സാങ്കേതിക സർവകലാശാലയിൽ ഒരു പ്ലേസ്മെന്റ് സെൽ തുടങ്ങി. നിങ്ങൾ വായിച്ചല്ലോ പത്രത്തിൽ. മന്ത്രിയുടെ പ്രത്യേക ഇനീഷ്യേറ്റീവായ പ്ലേസ്മെന്റ് സെൽ വന്ന 4500 വരുന്ന വിദ്യാർത്ഥികൾ പോളിടെക്നിക്കിൽ പഠിച്ചിറങ്ങുമ്പോൾ തന്നെ MNC-കളിൽ പ്രധാനപ്പെട്ട സ്ഥാപനങ്ങളിലും ലക്ഷക്കണക്കിന് രൂപ ശമ്പളം കിട്ടുന്ന, ജോലികൾ കിട്ടുന്ന മാജിക് എത്രയെത്ര വിമർശനങ്ങൾക്കിടയിലും ഈ കേരളത്തിൽ നടക്കുന്നുണ്ട്. പറവൂർ സാധ്യമാകുന്നില്ല. അവസാനം ഈ സർക്കാർ കോളേജിന് വേണ്ടി കാത്തിരുന്ന് സമരം ചെയ്ത് നമ്മൾ വിളിച്ച മുദ്രാവാക്യങ്ങൾ, നമ്മൾ ഒരുമിച്ച് നടത്തിയ സമരങ്ങൾ, ഈ പറവൂരിന്റെ തെരുവുകളിലൂടെ പറവൂരിൽ കേസരി സ്മാരക കോളേജ് വേണമെന്ന് പറഞ്ഞ് എത്രയോ പതിറ്റാണ്ടുകളായി ഒരുമിച്ച് നമ്മൾ നടത്തിയ പോരാട്ടങ്ങളുടെ പരിസമാപ്തിയിൽ സഖാവ് ശർമ്മ ഉൾപ്പെടെയുള്ള നേതാക്കന്മാർ, സഖാവ് പി രാജു ഉൾപ്പെടെയുള്ള CPM-ന്റെയും CPI-യുടെയും എല്ലാം നേതാക്കന്മാർ തുടർച്ചയായി മുഖ്യമന്ത്രിയും മന്ത്രി ആർബിന്ദുവിനെ കണ്ടു, ധനമന്ത്രി കെ എൻ ബാലഗോപാലിനെ കണ്ടു. എത്രയോ തവണ അത് ഇവിടെ പറഞ്ഞാൽ വിവരിക്കാൻ പറ്റില്ല. മന്ത്രി പറയുമായിരിക്കും എത്ര തവണ ഞങ്ങൾ കണ്ടിട്ടുണ്ടെന്നുള്ള കാര്യം. മാലിന്യസന്റെ കോളേജിൽ 60-ാം വാർഷികം ഉദ്ഘാടനം ചെയ്യാൻ വന്നപ്പോ മന്ത്രിക്ക് പൂർത്തി കൊടുക്കാൻ ആദ്യം കൊടുക്കുന്ന കേരളത്തിലാണ്. സർവസംഘം എത്ര തവണ തിരുവനന്തപുരത്ത് കണ്ടെന്നുള്ള കാര്യം മന്ത്രി കുറച്ചുകൊണ്ട് പറയുകയുണ്ടായി. എത്രയോ തവണ ഓരോ കാലത്തിനായി. ഇന്ന് അത് ആ സ്വപ്ന സാധ്യതയും കഴിഞ്ഞ ആഴ്ച നടന്നുവെങ്കിൽ ഇന്ന് അതിലേറെ സന്തോഷത്തോടുകൂടി പറവൂരിന് പണ്ഡിത ശ്രേഷ്ഠനായ കേസരിയുടെ പേരിൽ ഈ കേരളത്തിൽ നിന്ന് അഭിമാനിക്കാൻ കഴിയുന്ന രീതിയിൽ കേസരിയെ ബാലകൃഷ്ണൻ എന്ന് പറയുന്ന മഹാമനുഷ്യയുടെ പേരിൽ ഒരു സ്മാരക കോളേജ് ഉണ്ടാവുമെന്ന് വെച്ചാൽ അത് പറവൂരിന്റെ മാത്രം നേട്ടമല്ല, അത് ഈ നാടിന്റെ, ഈ സംസ്ഥാനത്തിൽ തന്നെ ഏറ്റവും മാതൃകാപരമായി ചൂണ്ടിക്കാണിക്കാൻ കഴിയുന്ന സർക്കാരിന്റെ കേസരിക്കുള്ള ഒരു ട്രിബ്യൂട്ടാണ്. അതിന്ന് സാധ്യമാവുകയാണ്. സാധ്യമാക്കി തന്ന നേതാവ് ഇവിടെ എത്തിയിട്ടുണ്ട്. നമ്മുടെ ഈ മന്ത്രിസഭയിലെ ഉന്നത വിദ്യാഭ്യാസ വകുപ്പിന്റെ സാമൂഹികയുടെ എല്ലാം ചുമതല വഹിക്കുന്ന പ്രിയങ്കരിയായിട്ടുള്ള മന്ത്രി ആർ ബിന്ദു വളരെ താല്പര്യത്തോടുകൂടി ഈ കോളേജ്, വൈദ്യുതികൾ ഒരുപാടുണ്ട്. കേന്ദ്ര സർക്കാരിന്റെ നയം കൊണ്ട് സാമ്പത്തികമായി നമുക്കുള്ള ബുദ്ധിമുട്ടുകൾ, പുതിയൊരു കോളേജ് അനുവദിക്കാനും തസ്തിക സൃഷ്ടിക്കാനുള്ള പ്രയാസങ്ങൾ, എങ്കിലും പറവൂരിലെ കോളേജിൽ നിന്നുള്ള ഇടതുപക്ഷ ജനാധിപത്യത്തിന്റെ ഡിമാൻഡ് കാരുണ്യത്തോടുകൂടി പരിഗണിച്ച് ഈ വിഷയത്തിന്റെ ഗൗരവം മനസ്സിലാക്കി പരിമിതമായ രീതിയിലാണെങ്കിലും അത് ആരംഭിച്ചു കഴിഞ്ഞാൽ സ്ഥലം ഏറ്റെടുക്കാമെന്നും പതുക്കെ പുതിയ കോഴ്സുകൾ അനുവദിക്കാമെന്നും പറഞ്ഞുകൊണ്ട് 3 കോഴ്സുകൾ ഇപ്പോൾ അനുവദിച്ചു കഴിഞ്ഞു. അല്ലേ? ബികോം, ലോജിസ്റ്റിക്സും അതുപോലെ തന്നെ ഉള്ളൊരു കോഴ്സ് നമുക്ക് കിട്ടി. ബികോമിന്റെ ഒരു കൊറിയർ ഗ്രാജുവേഷൻ കോഴ്സ് നമുക്ക് കിട്ടി, ബിരുദ കോഴ്സ് കിട്ടി. അതുപോലെ തന്നെ മാസ് കമ്മ്യൂണിക്കേഷൻ ജേർണലിസത്തിന്റെ ഒരു കോഴ്സ് നമുക്ക് കിട്ടി. അതുപോലെ തന്നെ BSc ഫോറൻസിക് സയൻസിന്റെ കോളേജ് ഈ ജൂലൈ മാസത്തിൽ അധ്യയനം ആരംഭിക്കാൻ സാധിക്കുന്ന രീതിയിലുള്ള പുതിയ കോഴ്സുകൾക്ക് അംഗീകാരം നൽകി. MG യൂണിവേഴ്സിറ്റിയിലെ മന്ത്രിയുടെ പ്രത്യേക നിർദ്ദേശപ്രകാരം ചിന്തിക്കുന്ന പരിശോധന നടത്തി തൃപ്തി രേഖപ്പെടുത്തി റിപ്പോർട്ട് കൊടുത്തു. ഇപ്പോൾ പറവൂരിന്റെ സ്വപ്നം അത് യാഥാർത്ഥ്യമായി. ജൂലൈ മാസത്തിൽ നമുക്ക്
ജൂലൈ മാസത്തിൽ പറവൂരില് ഒരു സർക്കാർ കോളേജിലേക്ക് പറവൂരിലെ കൗമാരക്കാരായ കുട്ടികൾ കാലെടുത്ത് വെച്ചുകൊണ്ട് പറവൂരിന്റെ സ്വന്തം എന്ന് പറയാൻ സാധിക്കുന്ന കേസരി സ്മാരക കോളേജിലേക്ക് പതിറ്റാണ്ടുകളായി നമ്മൾ സമരങ്ങളിലൂടെ ഉന്നയിച്ച മുദ്രാവാക്യം സാർത്ഥകമാകുന്ന ഒരു ചരിത്ര നിമിഷമായി ഈ നിമിഷം മാറുകയാണ്. അതിന് കാരണക്കാരിയായിട്ടുള്ള മന്ത്രി ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. ഞാൻ അർപ്പിതമായ കൂടുതൽ വിഷയങ്ങളിൽ കിടക്കുന്നില്ല. ഇതിന്റെ ക്രെഡിറ്റ് എല്ലാം അടിച്ചു മാറാൻ ഒരു സ്വീകരണ സമ്മേളനം നടന്നു, ഒരു പോസ്റ്റോടെ നടക്കുന്നുണ്ട് അല്ലേ? കേസരി സർക്കാർ കോളേജ് യാഥാർത്ഥ്യമാക്കിയ ഒരു സ്വീകരണം ആയിക്കോട്ടെ. ഇപ്പൊ അദ്ദേഹം ആ പേരിട്ട് വേറെ ആരൊക്കെ വിളിക്കുന്നുണ്ട് ഇവിടെ കേരളത്തിൽ കഴിഞ്ഞ ദിവസം വിഴിഞ്ഞ പദ്ധതി. ആ പേര് ആർക്കായി യോജിക്കാം? നമ്മളെല്ലാം കൊച്ചുകുട്ടികൾക്ക് പല പദവികൾ അറിയാം. ആ പേര് ആർക്കായി യോജിക്കാം? അത് നമ്മുടെ എമ്മിലേക്ക് ആ പേരാർക്കും വിട്ടുകൊടുക്കാൻ പറ്റില്ല. അത് നമ്മുടെ എമ്മിലേക്കുള്ള പേരാണ്, അത് നമുക്ക് വിട്ടുകൊടുക്കാൻ പറ്റില്ല. അതെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അതുകൊണ്ട് അതിന്റെ നേർസാക്ഷ്യമായിട്ടാണ് ഈ യോഗം സംഘടിപ്പിച്ചിട്ടുള്ളത്. എന്താണ് ഇതിന്റെ നാളുവഴികൾ, എങ്ങനെയാണ് ഇത് സാധ്യമായത്? വളരെ കൃത്യമായി, വളരെ ശ്രദ്ധാപൂർവം ഒന്നിനു പറയാൻ ഒന്നായി മന്ത്രിയെ, മുഖ്യമന്ത്രിയെ, ധനകാര്യ മന്ത്രിയെ എല്ലാം കണ്ട് ശർമ്മയുടെ നേതൃത്വത്തിൽ ഈ പദവിയിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ വിയർപ്പും നീരും ചോരയും എല്ലാം തന്നെ ചെലവഴിച്ചുകൊണ്ടാണ് ഈ കോളേജിയുടെ യാഥാർത്ഥ്യമായിട്ടുള്ള പരമസത്യം ഇവിടെ ഇന്നിപ്പോ യാഥാർത്ഥ്യം നമുക്ക് എല്ലാവർക്കും പച്ച പരമാർത്ഥം പോലെ മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. അതുകൊണ്ട് ഇത് കണ്ട് പരിക്കേണ്ട. ഞങ്ങളിത് ഇനി നിങ്ങൾ മരടിച്ചാലും നിങ്ങൾ താല്പര്യമെടുത്തില്ലെങ്കിലും പറവൂരിന്റെ വികസന പദ്ധതികൾ മുന്നോട്ട് പോകും. ഈ പറവൂരിലെ ജനങ്ങളോട് പിണറായി വിജയൻ സർക്കാരിന് ഒരു കമ്മിറ്റ്മെന്റ് ഉണ്ട്. ഈ കേരളത്തിലെ മുഴുവൻ ജനങ്ങളോടും അസാധ്യമായ പദ്ധതികൾ നടപ്പിലാക്കിക്കൊണ്ട് ആസൂത്രണ മികവോടുകൂടി പ്രതിസന്ധികളെ സാധ്യതകളാക്കി മാറ്റി ഉജ്ജ്വലമായ വേഗത്തിൽ നാളിതുവരെയുള്ള നിലവാരത്തിൽ നിന്ന് യൂറോപ്യൻ നിലവാരത്തിൽ ജീവിക്കാൻ സാധിക്കുന്ന മനുഷ്യരെ സൃഷ്ടിക്കുന്ന ഒരു അത്ഭുത ഇടമായി ഈ കേരളത്തെ മാറ്റിക്കൊണ്ടിരിക്കുന്ന ഈ സർക്കാരിന്റെ മാജിക് ഉണ്ടല്ലോ, ആ മാജിക് മറ്റെന്ത് ദുഷ്പ്രചരണങ്ങൾ മാധ്യമങ്ങളുടെ സഹായത്തോടുകൂടി പ്രതിപക്ഷം നടത്തിയാൽ പോലും അതിപ്പോൾ ജനങ്ങൾ അടുത്ത് അനുഭവിക്കുകയാണ്. ജനങ്ങൾ അത് മനസ്സിലാക്കിയാണ്, ഉൾക്കൊള്ളുകയാണ്. അതിന്റെ നേർസാക്ഷ്യമാണ് കേരളത്തിലെ നിരവധി വികസന പദ്ധതികളുടെ തുടർച്ചയിൽ ഇപ്പോൾ ഈ സർക്കാർ കോളേജ് യാഥാർത്ഥ്യമായിട്ടുണ്ട്. ആയതിനാൽ ഇതിൽ അർപ്പിതമായിട്ടുള്ള കടമയിലേക്ക്, ചുമതലയിലേക്ക് ഞാൻ കടക്കുകയാണ്. ഈ സ്നേഹസമ്പന്നമായിട്ടുള്ള ഈ അനുഗ്രഹീതമായ യോഗത്തിന് അധ്യക്ഷം വഹിക്കുന്നത് നമ്മുടെ പ്രിയങ്കരനായിട്ടുള്ള LDFന്റെ പ്രവർത്തനങ്ങൾക്ക് ചുക്കാൻ പിടിക്കുന്ന ഏവർക്കും പ്രിയങ്കരനായിട്ടുള്ള പ്രിയപ്പെട്ട സന്തോഷകമാണ്. പ്രിയപ്പെട്ട സന്തോഷത്തിന് നമ്മുടെ ഏവരുടെയും പേരിലുള്ള കൃതജ്ഞത, നന്ദി ഈ അവസരത്തിൽ രേഖപ്പെടുത്തുകയാണ്, സ്വാഗതം രേഖപ്പെടുത്തുകയാണ് ഈ അവസരത്തിൽ. അടുത്തത് ഇന്നത്തെ നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിച്ചേർന്ന നമുക്കിപ്പോൾ പറവൂർക്കാർക്ക് തീർത്താൽ തീരാത്ത കടപ്പാടുള്ള വ്യക്തിത്വം നമ്മുടെ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി R. ബിന്ദുവാണ്. ബിന്ദു സഖാവിന്റെ അമ്മാവൻ നമ്മുടെ ഈ സെന്റ് ജോർജ് റോഡിലുണ്ട്. പണ്ടുകാലത്ത് ഇടയ്ക്കിടയ്ക്ക് ഇവിടെ വന്നിരുന്നു. പറവൂരുമായി പലവിധ ബന്ധങ്ങളുണ്ട്. വിജയനാരായണ സംഘമായാലും നല്ല ഒരു ഒരു കരിയർഗ്രാഫ് എന്താ വിദ്യാർത്ഥി സംഘടന അദ്ദേഹത്തിന്റെ കരുത്ത്. അതിനുശേഷം സെന്റ് ജോസഫിലും കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലും ജവഹർലാൽ യൂണിവേഴ്സിറ്റിയിലുള്ള വിദ്യാഭ്യാസം. അതിനുശേഷം താഴെ ലെവലിൽ കൗൺസിലർ പണി തുടങ്ങി. തൃശൂർ കോർപ്പറേഷനിൽ 2 വട്ടം കൗൺസിലറാകുന്നു, തൃശൂർ കോർപ്പറേഷന്റെ മേയറാവുന്നു, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി അക്കാഡമിക് കൗൺസിലറായിരുന്നു, സിൻഡിക്കേറ്റ് അംഗമായിരുന്നു. അങ്ങനെ വിദ്യാഭ്യാസ മേഖല എന്താണെന്ന് തൊട്ടറിഞ്ഞുകൊണ്ട് ഇന്ന് ഒരു ചരിത്ര നിയമം പോലെ കഴിഞ്ഞ 4 വർഷത്തിനിടയിൽ ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ കേരളം പോരാ പോരാ പോരായുള്ള മറുപടി ഉണ്ടല്ലോ, ആ മറുപടി അവസാനിപ്പിച്ചു അല്ലേ? ആ മറുപടി അവസാനിപ്പിച്ചു. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഉണ്ടല്ലോ റാങ്കിംഗ് ഫ്രെയിംവർക്കിന്റെ, ആ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ റാങ്കിംഗ് ഫ്രെയിംവർക്കിൽ കേരളത്തിന് എത്ര വലിയ നേട്ടങ്ങളാണ്. അതിൽ കേരള യൂണിവേഴ്സിറ്റി 9ാം റാങ്കിലും കൊച്ചി യൂണിവേഴ്സിറ്റി 10ാം റാങ്കിലും MT യൂണിവേഴ്സിറ്റി 11ാം റാങ്കിലും എങ്ങനെ എത്തിയത്? കേരളത്തിലെ ഇന്ത്യയിലെ മികവിന്റെ കേന്ദ്രങ്ങളായിട്ടുള്ള കോളേജുകൾ എടുത്തു കഴിഞ്ഞാൽ ആദ്യത്തെ 300 കോളേജുകളിൽ 70 കോളേജുകൾ ഈ കേരളത്തിൽ നിന്നായി മാറിയത് എങ്ങനെയാണ്? മികച്ച രീതിയിൽ കേരളത്തിലെ കോളേജുകൾ, യൂണിവേഴ്സിറ്റി കോളേജ്, നമ്മുടെ സെന്റ് ജോസഫ് കോളേജ്, എത്രയോ കോളേജുകൾ വലിയ മികവിന്റെ കേന്ദ്രമായി മാറി. രാജകീയ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സോഷ്യൽ സയൻസ് എല്ലാം ഈ മന്ത്രി വന്നതിന് ശേഷം പ്രത്യേകതയോടുകൂടി നമ്മുടെ ക്യാമ്പസുകളെ ഇന്ന് മാറുന്ന ലോകത്തിനനുസരിച്ചിട്ട് അതിന്റെ പശ്ചാത്തല വികസനമാകട്ടെ, കോഴ്സുകളുടെ ഡിസൈൻ ആവട്ടെ, അതുപോലെ ഈ വിദ്യാഭ്യാസങ്ങളുടെ മാറ്റങ്ങളാവട്ടെ, IAS റാങ്കിംഗ് പരീക്ഷയിൽ 2024-2025 ഉണ്ടായിട്ടുള്ള ആദ്യ 100 റാങ്കുകളുടെ നേട്ടങ്ങൾ ഉൾപ്പെടെ കേരളം എന്ന ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ പുറകോട്ടല്ല എന്ന് തെളിയിച്ച പറവൂരിന്റെ സർക്കാർ കോളേജ് അഭിമാനത്തോടുകൂടി സമ്മാനിച്ച നമ്മുടെ ആവലാതികളെല്ലാം ക്ഷമയോടെ കേട്ട് ഇന്ന് കേസരി സ്മാരക കോളേജ് പറവൂരിൽ യാഥാർത്ഥ്യമാക്കി തന്ന പ്രിയങ്കരിയായിട്ടുള്ള നമ്മുടെ സഖാവ് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി സഖാവ് R. ബിന്ദുവിന് ഹൃദയപൂർവ്വം
യോഗത്തിലേക്ക് സ്വാഗതം ആശംസിക്കുകയാണ്. നമ്മൾ ഈ കോളേജ് യാഥാർത്ഥ്യമാകുമ്പോൾ ഒരു പേര് നമുക്ക് ഒരിക്കലും മറച്ചു വയ്ക്കാൻ സാധിക്കില്ല. അദ്ദേഹം 2 വട്ടം ഈ LDF മന്ത്രിസഭയിൽ മന്ത്രിയായിരുന്നു. പാർട്ടിയുടെ CPM സംസ്ഥാന കമ്മിറ്റി അംഗമായിരുന്നു. അദ്ദേഹം പ്രതിനിധീകരിച്ച പറവൂരുടെ പ്രദേശമുള്ള വടക്കേക്കയുടെ MLA ആയിട്ടുണ്ട്, വൈപ്പിക്കരുടെ MLA ആയിട്ടുണ്ട്. നിരവധി തവണ വൈപ്പിക്കരയിൽ സർക്കാർ കോളേജ് യാഥാർത്ഥ്യമാക്കിയത് സഖാവ് ശർമ്മയുടെ മികവിന്റെ ഒരു മികച്ച തെളിവായിരുന്നു. വൈപ്പിക്കരയിൽ സർക്കാർ കോളേജ് യാഥാർത്ഥ്യമാക്കിയപ്പോഴും ജന്മനാട്ടിൽ ഒരു സർക്കാർ കോളേജ് വേണമെന്നും അത് കേസരിയുടെ നാമധേയത്തിലാകണമെന്ന് വാശിയോടുകൂടി ഏത് പ്രതിസന്ധി വന്നപ്പോഴും തുടർച്ചയിൽ ഇത് നടക്കില്ല എന്ന സന്ദേശമാണ്. സാമ്പത്തികമായ പ്രതിസന്ധിയുടെ മറുപടികൾ ലഭിച്ചു. അപ്പോഴെല്ലാം മുഖ്യമന്ത്രിയെ, ധനമന്ത്രിയെ, ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയെ, ഓരോ മന്ത്രിമാരെയും അതുപോലെ തന്നെ വകുപ്പ് ഉദ്യോഗസ്ഥന്മാരെയും സർവകലാശാലയും എല്ലാം തന്നെ ഈ വാതിൽ തുറക്കുമെന്നുള്ള വിശ്വാസത്തോടുകൂടി ഈ വാതിൽ തുറപ്പിച്ച ഒരു രാഷ്ട്രീയ നേതൃത്വം ആ LDFന്റെ നേതൃത്വമായി നിന്നുകൊണ്ട് ആ കർത്തവ്യം നിർവഹിച്ച സഖാവ് ശർമ്മയോട് തീരാത്ത കടപ്പാടി പറവൂർ പോരാളിക്കുണ്ട്. സഖാവിനെ ഹൃദയപൂർവ്വം ഈ അവസരത്തിൽ ഈ സമ്മേളനത്തിലേക്ക് സ്വാഗതം ആശംസിക്കുകയാണ്. CPIയുടെ നേതാവും നമ്മുടെ ഒരാളായിട്ടുള്ള നമ്മുടെ കുടുംബാംഗമായിട്ടുള്ള പറവൂർ ബ്ലോക്ക് പഞ്ചായത്തിന്റെ പ്രസിഡന്റും അതുപോലെ തന്നെ CPIയുടെ കേന്ദ്ര കമ്മിറ്റി അംഗം കൂടിയായിട്ടുള്ള പ്രിയങ്കരിയായിട്ടുള്ള കമല സദാനന്ദൻ കമല ചേച്ചി ഈ സമ്മേളനത്തിൽ സംബന്ധിക്കുന്നുണ്ട്. കമല ചേച്ചിക്ക് ഹൃദയപൂർവ്വം ഈ സമ്മേളനത്തിലേക്ക് സ്വാഗതം ആശംസിക്കുന്നു. CPIയുടെ ജില്ലാ എക്സിക്യൂട്ടീവ് അംഗമായിട്ടുള്ള സഖാവ് ദിലീപ് ദിനകരൻ യോഗത്തിൽ സംബന്ധിക്കുന്നുണ്ട്. സഖാവിനെ സ്വാഗതം ആശംസിക്കുന്നു. CITയുടെ ജില്ലാ വൈസ് പ്രസിഡന്റ് സഖാവ് TR ബോസ്, പാർട്ടിയുടെ നേതാവ് കൂടിയായിട്ടുള്ള സഖാവ് TR ബോസ് ഈ യോഗത്തിൽ സംബന്ധിക്കുന്നുണ്ട്. സഖാവിന് പ്രത്യേകം ഈ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ നല്ല രീതിയിൽ പരിശ്രമിച്ചിട്ടുള്ള TR ബോസ് ഈ യോഗത്തിലേക്ക് സ്വാഗതം ആശംസിക്കുന്നു. CPIയുടെ മണ്ഡല കമ്മിറ്റിയുടെ സെക്രട്ടറി സഖാവ് ശോഭന് ഈ യോഗത്തിലേക്ക് സ്വാഗതം ആശംസിക്കുന്നു. അതുപോലെ തന്നെ കേരള കോൺഗ്രസ് ബിയുടെ നേതാവ് സഖാവ് സിദ്ധാർത്ഥ്, NCPയുടെ നേതാവ് സഖാവ് ഷാരോൺ മനക്കൽ, കോൺഗ്രസിന്റെ നേതാവ് സഖാവ് രാജു, അതുപോലെ തന്നെ INLന്റെ നേതാവ് KMA ജലീൽ, അതുപോലെ ഇവിടെ നിരവധി മുൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റും ജനാധിപത്യ മഹിളാ അസോസിയേഷൻ നേതാവും അതുപോലെ പ്രമുഖ നേതാക്കളായിട്ടുള്ള പ്രിയങ്കരിയായിട്ടുള്ള PS ശൈലജ ചേച്ചി യോഗത്തിൽ സംബന്ധിക്കുന്നുണ്ട്. സഖാവ് PS ശൈലജ ചേച്ചി ഉൾപ്പെടെയുള്ള സ്വാഗതം പറയേണ്ട നിരവധി നേതാക്കൾ ഇവിടെ ഇരിപ്പുണ്ട്. അതിപ്പോ സമയത്തിന്റെ പരിമിതി കൊണ്ട് നിർത്തിയാണ്. ഇവർക്കെല്ലാവർക്കും ഇടതുപക്ഷ ജനാധിപത്യങ്ങളുടെ മറ്റു നിരവധി നേതാക്കന്മാർ പ്രവർത്തകർ എല്ലാവരും എത്തിച്ചേർന്നുണ്ട്. ഇവർക്കെല്ലാവർക്കും പറവൂരിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് വേണ്ടി, പറവൂർ പൗരാവലിക്ക് വേണ്ടി ഇവിടെ സ്വീകരണം നൽകുന്നുണ്ട്. പ്രിയങ്കരിയായിട്ടുള്ള മന്ത്രി R ബിന്ദുവിനും സഖാവ് ശർമ്മയ്ക്കും കേസരി ട്രസ്റ്റിനും ഇവിടെ സ്വീകരണം നൽകുന്നുണ്ട്. ഈ സ്വീകരണ ചടങ്ങ് വീക്ഷിക്കുന്നതിനും ഈ ചടങ്ങിൽ പങ്കാളികളാവാൻ വേണ്ടി എത്തിച്ചേർന്നുള്ള മുഴുവൻ ജനാധിപത്യ വിശ്വാസികൾക്കും സഖാക്കളും സുഹൃത്തുക്കളും എല്ലാം തന്നെ പറവൂർ LDF മണ്ഡല കമ്മിറ്റിക്ക് വേണ്ടി സ്വാഗതം ആശംസിച്ചുകൊണ്ട് ഞാൻ വാക്കുകൊണ്ടിരിക്കുന്നു. അഭിവാദ്യങ്ങൾ. ഞാനൊരു അധ്യക്ഷ പ്രസംഗിച്ചിട്ടില്ല. ഇന്നത്തെ പറവൂർ പൗരാവലിയുടെ സ്വീകരണം ഏറ്റുവാങ്ങാൻ വേണ്ടിയിട്ട് ഈ സമ്മേളനവും അതുപോലെ നമ്മുടെ സർക്കാർ കോളേജ് ഇവിടെ വെച്ച് ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടി കേരളത്തിലെ പ്രിയങ്കരിയായ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ഡോക്ടർ R ബിന്ദുവിനെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനത്തിന്റെ പേരിൽ ആദരവോടെ ക്ഷണിക്കുന്നു. വേദിയിലും സദസ്സിലും സന്നിഹിതരായ ബഹുമാന്യനായ സർവസഖാവ് ഉൾപ്പെടെയുള്ള ഏറ്റവും ബഹുമാന്യരെ, പ്രിയമുള്ള പറവൂർ നിവാസികളെ, സുഹൃത്തുക്കളെ, വളരെ അഭിമാനോജ്വലമായ ഒരു സന്ദർഭമാണ് ഇത്. ആധുനിക കേരളത്തിന് ബൗദ്ധിക അടിത്തറ ഒരുക്കുന്നതിൽ നിർണായകമായ പങ്കുവഹിച്ച കേസരിയുടെ നാമധേയത്തിൽ പറവൂരിൽ
ഒരു ഗവൺമെന്റ് കോളേജ് സാക്ഷാത്കരിക്കാൻ സാധിച്ചതിലുള്ള സന്തോഷം നിങ്ങളോടൊപ്പം ഞാനും ഇപ്പോൾ പങ്കുവയ്ക്കുകയാണ്. അത്തരത്തിൽ നിർണായകമായ ഒരു തീരുമാനമെടുക്കാൻ സാധിച്ചതിൽ സംസ്ഥാനത്തെ ഉന്നത വിദ്യാഭ്യാസ വകുപ്പിന് അങ്ങേയറ്റത്തെ അഭിമാനവും ചാരിതാർത്ഥ്യവും ഉണ്ട് എന്ന് കൂടി നിങ്ങളെ അറിയിക്കുകയാണ്. അതിനായി ഏറ്റവും അധികം ശ്രമപ്പെട്ട സഖാവ് എസ് ശർമ്മയ്ക്ക് ഏറ്റവും സ്നേഹാദരപൂർവ്വം ഞാൻ അഭിവാദ്യങ്ങൾ അർപ്പിക്കുകയാണ്. എത്ര തവണയാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് അദ്ദേഹം തിരുവനന്തപുരത്തെ ഉന്നത വിദ്യാഭ്യാസ വകുപ്പിന്റെ ഓഫീസിലും മന്ത്രിയുടെ ഓഫീസിലും വന്നിട്ടുള്ളത് എന്ന് എനിക്ക് വിവരിക്കാൻ സാധ്യമല്ല. അത്ര അധികം തവണ അദ്ദേഹം ആ കാര്യത്തിന് ഞങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്. ബഹുമാനപ്പെട്ട ഫിനാൻസ് വകുപ്പ് മന്ത്രിയുമായി നിരന്തരം അദ്ദേഹം ബന്ധപ്പെട്ടിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ മേഖലയുടെ വളർച്ചയ്ക്ക് വേണ്ടി ആ മേഖലയ്ക്ക് ഏറ്റവും വലിയ പരിഗണന നൽകിക്കൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യമാണ്. സംസ്ഥാന സർക്കാരിന്റെ പ്രയോറിറ്റി മേഖലയാണ് ഉന്നത വിദ്യാഭ്യാസ മേഖല. 2000 കോടി രൂപയിൽ പരം തുക കിഫ്ബി പദ്ധതിയിലൂടെ മാത്രം അടിസ്ഥാന സൗകര്യ വികസനത്തിനായിട്ട് ഈ 4 വർഷക്കാലത്തിനിടയ്ക്ക് വിനിയോഗിച്ചിട്ടുണ്ട്. കഴിഞ്ഞ 4 വർഷം കൊണ്ട് 6000 കോടി രൂപയാണ് ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ കേരളം വിന്യസിച്ചിട്ടുള്ളത് എന്ന് കേന്ദ്ര ഗവൺമെന്റിന്റെ ഇക്കണോമിക് റിവ്യൂ തന്നെ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. റൂസ പദ്ധതിയിലൂടെ 558 കോടി രൂപയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടന്നു കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെ അടിസ്ഥാന സൗകര്യ വിപുലീകരണ രംഗത്ത് ബഹുദൂരം മുന്നോട്ട് പോയി. കഴിഞ്ഞ വർഷം 1823 കോടി രൂപ ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ വിനിയോഗിച്ചിട്ടുണ്ട്. അത്തരത്തിൽ കേരളത്തെ ഒരു നവവൈജ്ഞാനിക സമൂഹമാക്കി മാറ്റുന്നതിന് മുന്നിൽ നടക്കേണ്ടുന്ന മേഖല എന്ന നിലയിൽ ഉന്നത വിദ്യാഭ്യാസ മേഖലയെ നവകേരള സൃഷ്ടിയുടെ ഭാഗമായിട്ടുള്ള ഉത്തരവാദിത്തങ്ങളുമായി ബന്ധപ്പെട്ട് വളരെ പ്രാധാന്യത്തോടെ പരിഗണിക്കുകയാണ്. ഇത്തരത്തിൽ പുത്തൻ കാലത്തിന് അനുസൃതമായ നിലയിലുള്ള മാറ്റങ്ങൾ ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ കൊണ്ടുവരുമ്പോൾ പുതുതായി ആർട്സ് ആൻഡ് സയൻസ് കോളേജുകൾ ആരംഭിക്കുക എന്നുള്ളതിനേക്കാൾ അപ്പുറം നിലവിലുള്ള കോളേജുകളുടെ സൗകര്യങ്ങൾ വിപുലീകരിക്കുകയും ഏറ്റവും പുതിയ കോഴ്സുകൾ ലഭ്യമാക്കുകയും റിസർച്ചുമായി ബന്ധപ്പെട്ട അടിസ്ഥാന സൗകര്യങ്ങളും പ്രവർത്തനങ്ങളും ത്വരിതഗതിയിലാക്കുകയും സെന്റേഴ്സ് ഓഫ് എക്സലൻസ് വികസിപ്പിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് പ്രാധാന്യം കൊടുത്തു വരുന്നതായ കാര്യം. പക്ഷേ പറവൂരിന്റെ ഒരു പ്രത്യേക പരിഗണന നൽകിക്കൊണ്ട് തന്നെയാണ് ഇപ്പോൾ കേസരി ഗവൺമെന്റ് കോളേജ് സാക്ഷാത്കരിക്കപ്പെട്ടിട്ടുള്ളത് എന്ന് അടിവരയിട്ട് പറയാൻ ഞാൻ ഈ അവസരം ഉപയോഗിക്കുകയാണ്. ഈ കോളേജ് പറവൂരിൽ സാധ്യമായതിന്റെ പിറകിൽ ഇവിടുത്തെ MLA ഒരു ചെറുവിരൽ പോലും ചലിപ്പിച്ചിട്ടില്ല എന്ന് പറയുന്നതിൽ എനിക്ക് യാതൊരു വൈമുഖ്യവുമില്ല. അത് വസ്തുതയാണ്. അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്ന് ഇതുമായി ബന്ധപ്പെട്ട് യാതൊരു വിധത്തിലുള്ള ഇടപെടലുകളും ഉണ്ടായിട്ടില്ല. ഇപ്പോൾ ഈ കോളേജ് വരുന്നതിനും കോഴ്സുകൾ ഏറ്റവും പുത്തൻ കോഴ്സുകളാണ് 3 കോഴ്സുകളും. ബികോം ഫിനാൻസ് ആൻഡ് ടാക്സേഷൻ നല്ല ഡിമാൻഡുള്ള കോഴ്സാണ്. BSc സൈബർ ഫോറൻസിക് സയൻസ്. ഒരുപാട് തൊഴിൽ സാധ്യതകൾ കേരളത്തിനകം ഉണ്ടെങ്കിലും അതിനാവശ്യമായ വൈദഗ്ധ്യമുള്ള കുട്ടികളെ നമുക്ക് ലഭ്യമാകാത്ത കോഴ്സാണത്. നിരന്തരം ആവശ്യം ഉന്നയിക്കപ്പെടുന്ന ഒരു കോഴ്സാണ്. BA മാസ് കമ്മ്യൂണിക്കേഷൻ ആൻഡ് ജേർണലിസം. അതും ഒരുപാട് തൊഴിൽ സാധ്യതകളുള്ള കോഴ്സാണ്. ഈ 3 കോഴ്സുകളോട് കൂടിയാണ് പുതിയ ഗവൺമെന്റ് കോളേജ് പറവൂരിൽ ആരംഭിക്കുന്നത് എന്ന സന്തോഷം നേരത്തെ സ്വാഗത പ്രസംഗത്തിൽ അത് സൂചിപ്പിക്കപ്പെട്ടതാണ്. ആ അത്തരം തൊഴിലധിഷ്ഠിത കോഴ്സുകൾ തന്നെ വേണം എന്നുള്ള നിർദ്ദേശവും ബഹുമാന്യനായ ശ്രീ എസ് ശർമ്മയുടെ ഭാഗത്തു നിന്ന് തന്നെ ഉണ്ടായതാണ്. അദ്ദേഹത്തിന്റെ പിന്നീടാണെങ്കിൽ അത് ഒരു ടീമിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുള്ള നിർദ്ദേശമാണ് എന്ന് കൂടി ഞാൻ അറിയുകയാണ്. ഏതായാലും കഴിഞ്ഞ വർഷം അല്ലെ കേസരിയുടെ ജന്മശതാബ്ദിയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു സെമിനാറിൽ പങ്കെടുക്കാനായി എന്നെ ക്ഷണിക്കുകയുണ്ടായി. ആ പരിപാടിക്ക്
ഇതുമായി ബന്ധപ്പെട്ട നിവേദനങ്ങൾ നല്ല രീതിയിൽ സമർപ്പിക്കുകയും ആ വേദിയിൽ വെച്ച് ഏറ്റവും പെട്ടെന്ന് ഈ കോളേജ് എന്ന ആശയം തീർച്ചയായും സാക്ഷാത്കരിക്കപ്പെടും എന്ന് പറയുകയും ചെയ്തവരാണ് വേദിയിൽ ഇരിക്കുന്നവർ. ആ ഒരു പ്രഖ്യാപനത്തിന്റെ തുടർച്ചയായിട്ടാണ് ഇന്ന് നമുക്ക് ഈ കോളേജ് സാധ്യമായത്. ആ ഒരു പ്രഖ്യാപനത്തിന്റെ തുടർച്ചയായിട്ടാണ് അതുമായി ബന്ധപ്പെട്ട തീരുമാനങ്ങളിലേക്ക് പോകാൻ തീർച്ചയായും ഒരു പ്രതിബദ്ധതയും പ്രതിജ്ഞാബദ്ധതയും ഉണ്ടായി വരുന്നത്. അപ്പോൾ ഈ ഒരു കോളേജ് എന്ന ആശയം പറവൂരിൽ സാക്ഷാത്കരിച്ച് ലഭിക്കുന്നതിന് അക്ഷീണം പരിശ്രമിച്ച എല്ലാ നല്ലവരായ നാട്ടുകാരെയും അതിന് നേതൃത്വപരമായ പങ്കുവഹിച്ച സഖാവ് ശർമ്മയെയും ഈ സന്ദർഭത്തിൽ ഞാൻ അഭിനന്ദിക്കുകയാണ്. പറവൂരിലെ കുട്ടികൾക്ക് പഠിക്കാനുള്ള ഏറ്റവും മികച്ച അവസരം ലഭ്യമാകുകയാണ്. വരും വർഷങ്ങളിൽ കൂടുതൽ കോഴ്സുകൾ അനുവദിച്ചു കിട്ടാനുള്ള സമ്മർദ്ദം ചെലുത്തണം. ബഹുമാന്യനായ മുഖ്യമന്ത്രി പറയുന്നത് പോലെ കേരളത്തെ ലോകത്തെ തന്നെ ഏറ്റവും മികവുള്ള ഉന്നത വിദ്യാഭ്യാസ ഹബ്ബാക്കി മാറ്റണം എന്നുള്ളതാണ്. സഭയ്ക്കകത്തും പുറത്തും അദ്ദേഹം പറഞ്ഞിട്ടുള്ള കാര്യമാണ് ഉന്നത വിദ്യാഭ്യാസത്തിന്റെ ഇന്റർനാഷണൽ ഹബ്ബാക്കി കേരളത്തെ മാറ്റുമെന്നത്. നമ്മുടെ പുതിയ തലമുറയ്ക്ക് യുവജനങ്ങൾക്ക് വേണ്ടി ഏറ്റവും മികച്ച അടിസ്ഥാന സൗകര്യങ്ങളോട് കൂടിയ ഏറ്റവും മികവാർന്ന ഉന്നത വിദ്യാഭ്യാസ സാഹചര്യങ്ങൾ ലഭ്യമാക്കണമെന്ന് നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ബഹുമാനായ മുഖ്യമന്ത്രിയുടെ ഇത്തരം കാര്യങ്ങളിലുള്ള ഹൃദയത്തോടുകൂടിയുള്ള ഇടപെടൽ ഞാൻ ഈ സന്ദർഭത്തിൽ അനുസ്മരിക്കുകയാണ്. അദ്ദേഹത്തിന്റെ വലിയ ഊർജ്ജസ്വലമായിട്ടുള്ള നേതൃത്വം കേരളത്തിന്റെ ഉന്നത വിദ്യാഭ്യാസ മേഖലയുടെ അടിസ്ഥാനപരമായ മാറ്റങ്ങളെ സംബന്ധിച്ചിടത്തോളം വലിയ രീതിയിൽ പ്രചോദനം പകർന്നിട്ടുണ്ട്. ഇനിയിപ്പോ അടിസ്ഥാന സൗകര്യങ്ങൾ മാത്രമല്ല, ഉള്ളടക്കത്തിന്റെ കാര്യത്തിലും കാതലായ പരിവർത്തനത്തിലേക്ക് പോയി തൊഴിലും വിദ്യാഭ്യാസവും തമ്മിൽ നിലനിൽക്കുന്ന സ്കിൽ ഗ്യാപ്പ് നികത്താനുതകുന്ന വിധത്തിലും പ്രാരംഭഘട്ടം മുതൽ ഗവേഷണം പ്രോത്സാഹിപ്പിക്കുന്ന വിധത്തിലും 4-year UG പ്രോഗ്രാം നമുക്ക് ആരംഭിക്കാൻ സാധിച്ചിട്ടുണ്ട്. കേരള സംസ്ഥാനത്താകെ ഇപ്പോൾ പിന്തുടരുന്ന 4 വർഷ ബിരുദ പ്രോഗ്രാം കൂടുതൽ അന്തർശുദ്ധ തൊഴിലവസരങ്ങളിലേക്ക് പോകാൻ വിദ്യാർത്ഥികളെ സജ്ജരാക്കും. അവരുടെ സംരംഭകത്വ താല്പര്യങ്ങൾ പ്രോത്സാഹിപ്പിക്കും. ഗവേഷണോന്മുഖമായിട്ടുള്ള അഭിരുചികൾ പ്രോത്സാഹിപ്പിക്കും. അതിനൊക്കെ ഉതകുന്ന വിധത്തിൽ വിദ്യാർത്ഥി കേന്ദ്രിതമായ ഉള്ളടക്കത്തോടു കൂടിയാണ് ഇപ്പോൾ ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ കരിക്കുലം ഫ്രെയിംവർക്ക് തയ്യാറാക്കി നാം മുന്നോട്ട് പോകുന്നത്. കേരളത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് സമഗ്രമായ ഒരു കരിക്കുലം ഫ്രെയിംവർക്ക് ഉന്നത വിദ്യാഭ്യാസ മേഖലയ്ക്ക് വേണ്ടി തയ്യാറായിരിക്കുന്നത്. ആ 4-year ബിരുദ പ്രോഗ്രാം കൊണ്ട് അധ്യയനത്തിന്റെ രീതികളും അധ്യാപനത്തിന്റെ ശൈലികളും ഒക്കെ മാറി വരികയാണ്. വിദ്യാർത്ഥി കേന്ദ്രിതമായ ഒരു കാഴ്ചപ്പാടോട് കൂടിയാണ് അവരുടെ സർഗാത്മകമായ
വലിയ മുന്നേറ്റം തന്നെയാണ്. എന്തെങ്കിലും റാങ്കിങ്ങിലും 9, 10, 11 റാങ്കിങ്ങിൽ നമ്മുടെ കേരളത്തിലെ സർവകലാശാലകൾക്കാണ്. അതുപോലെ NIRF റാങ്കിങ്ങിൽ 42 കലാലയങ്ങൾ ആദ്യ 200-ൽ ഉൾപ്പെടുന്നുണ്ട്. കണക്ക് പറഞ്ഞ് നിങ്ങളെ മുരടിപ്പിക്കാനല്ല, അല്ലെങ്കിൽ ബോറടിപ്പിക്കാനല്ല. പക്ഷേ ചില കണക്കുകൾ ചില സന്ദർഭങ്ങളിൽ പറയേണ്ടതുണ്ടല്ലോ, അതിന്റെ അടിസ്ഥാനത്തിലാണ്. ആദ്യത്തെ 200 കോളേജുകളുടെ ലിസ്റ്റിൽ 42 കേരളത്തിലാണ് എന്ന് പറഞ്ഞാൽ നമ്മുടെ 21% ഏറ്റവും മികച്ച കോളേജുകൾ ഈ കൊച്ചു കേരളത്തിലാണ് എന്നുള്ളതാണ് അതിന്റെ അർത്ഥം. 21% ഏറ്റവും നല്ല കോളേജുകൾ കേരളത്തിലെ ഈ കൊച്ചു കേരളത്തിൽ ആണുള്ളത്, അല്ലെ? ഭൂമിശാസ്ത്രപരമായി വലിയ സംസ്ഥാനങ്ങൾ ഏറെയുണ്ട്. നമ്മളത് കൊച്ചൊരു കേരളമാണ്. ആ കേരളത്തിൽ 21%, അല്ലെ? അതൊരു വലിയ നേട്ടം തന്നെയാണ്. അത്തരത്തിൽ ഗുണനിലവാരത്തിന്റെ കാര്യത്തിൽ ബഹുദൂരം മുന്നോട്ട് പോകുകയാണ് നമ്മുടെ കലാലയങ്ങൾ. 21-ാം നൂറ്റാണ്ടിലെ ഉത്തരാധുനിക ലോകം ഉയർത്തുന്ന എല്ലാ വെല്ലുവിളികളെയും ആത്മവിശ്വാസത്തോടെ അഭിസംബോധന ചെയ്യാവുന്ന വിധത്തിലാണ് നമ്മുടെ കലാലയങ്ങൾ മുന്നോട്ട് പോകുന്നത്. അതിനുതകുന്ന വിധത്തിലാണ് മാറ്റങ്ങൾ നമ്മൾ കൊണ്ടുവരുന്നത്. 20 ലക്ഷം പേർക്ക് യുവജനങ്ങൾക്ക് തൊഴിൽ നൽകും എന്നത് വെറുതെ വാഗ്ദാനം ചെയ്യുന്നതല്ല. തൊഴിൽ വിദ്യാഭ്യാസവും തമ്മിൽ നിലനിൽക്കുന്ന വൈദഗ്ധ്യത്തിന്റെ അപര്യാപ്തത കുറിച്ചു കൊണ്ടുപോകുന്നുകൊണ്ട് അന്തർദേശീയ റെപ്യൂട്ടേഷനുള്ള പേരുകളിൽ ഇന്റർവ്യൂവിന് പോകാനടക്കം വിദ്യാർത്ഥികളെ തയ്യാറാക്കിക്കൊണ്ട് വലിയ രീതിയിലുള്ള മുന്നേറ്റം തന്നെയാണ് തൊഴിൽ മേഖലയിലും നാം നടത്തുന്നത്. ഇപ്പോ കേരളം സംരംഭങ്ങളുടെ കാര്യത്തിലും ബിസിനസ് സൗഹാർദ്ദ അന്തരീക്ഷത്തിന്റെ കാര്യത്തിലുമെല്ലാം 1-ാം സ്ഥാനത്തെത്തിയിരിക്കുന്നു, അല്ലെ? 4 വർഷം മുമ്പ്, അല്ലെങ്കിൽ കുറച്ച് വർഷങ്ങൾക്ക് മുൻപ് അത്തരത്തിൽ ഒരു സാഹചര്യം ഇതുപോലെ ഉണ്ടായിരുന്നില്ല. പക്ഷെ അഭിമാനകരമായ നിലയിൽ തന്നെയാണ് നമുക്ക് ഈ നേട്ടം കൈവരിക്കാൻ സാധിച്ചിട്ടുള്ളത്. അതിന് ആനുപാതികമായ നിലയിൽ തൊഴിൽ ക്ഷമത വർദ്ധിച്ചിട്ടുണ്ട്. നമ്മുടെ വിദ്യാർത്ഥികളുടെ തൊഴിൽ ക്ഷമത, അവരുടെ കപ്പാസിറ്റി വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കൂട്ടായ പ്രവർത്തനങ്ങൾ വിവിധ ഏജൻസികളുടെ സഹായത്തോടുകൂടി നടത്തുകയാണ്. കേരള നോളജ് ഇക്കോണമി മിഷൻ, കേരള സ്റ്റാർട്ടപ്പ് മിഷൻ, KDISC, ഇത്തരം ഏജൻസികളൊക്കെ സംയോജിച്ച് നമ്മുടെ യുവജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുകയാണ്. ഞാൻ കൂടുതൽ ദീർഘമായിട്ട് പ്രസംഗിക്കുന്നില്ല. നമ്മുടെ ഈ പറമ്പിലും ഈ മാറ്റങ്ങൾക്കനുസൃതമായ നിലയിൽ തൊഴിലും വിദ്യാഭ്യാസവും എല്ലാം മികവാർന്ന നിലയിൽ കൈവരിക്കാൻ നമ്മുടെ യുവജനങ്ങളെ പ്രാപ്തരാക്കാനുള്ള യോജിച്ചുള്ള മൂവ്മെന്റ് ഇനിയും സഖാവ് ശർമ്മയുടെ നേതൃത്വത്തിൽ ഇവിടെ തുടരട്ടെ എന്നാണ് എനിക്ക് ആത്മാർത്ഥമായിട്ട് ആശംസിക്കാനുള്ളത്. ഈ കോളേജ് ഇവിടെ വരുന്ന കാര്യത്തിൽ അടിമകളാതെ തുടർച്ചയായി സമ്മർദ്ദം ചെലുത്തിക്കൊണ്ടിരുന്ന എല്ലാ സുമനസ്സുകളെയും ഒരിക്കൽ കൂടി ഹൃദയപൂർവ്വം അഭിവാദ്യം ചെയ്തുകൊണ്ട് നമ്മുടെ ഇന്നത്തെ ഈ സ്നേഹ സംഗമം ഉദ്ഘാടനം ചെയ്തതായിട്ട് സസ്നേഹം അറിയിക്കുകയാണ്. അഭിവാദ്യം. അടുത്ത നമ്മുടെ സ്വീകരണ ചടങ്ങാണ്. സ്വീകരണം ഏറ്റുവാങ്ങുന്നതിന് വേണ്ടി മന്ത്രി പ്രിയങ്കരേയുള്ള മന്ത്രി ശ്രീയും അതുപോലെ തന്നെ സ്വീകരണം എടുക്കുന്നതിന് വേണ്ടി കലാവിഷ നേതാക്കളെയും ബന്ധപ്പെട്ട് ക്ഷണിക്കുകയാണ്. സ്വീകരണം ഒരു വാക്യം കൂടി കാണിക്കുന്നത്, ഈ നമ്മളിപ്പോ അവിടെയാണ് ഉദ്ദേശിച്ചിരുന്നത് ഒരു ചെറിയ വെല്ലുവിളി, പക്ഷെ ഇതിനും കൂടി ചൂട് കുറയുന്നു. പക്ഷെ ഈ സ്വീകരണ സമ്മേളനം പറഞ്ഞപ്പോൾ തന്നെ ഈ സ്വീകരണ സമ്മേളനം നടക്കരുതെന്ന് ആഗ്രഹിച്ചിട്ടുള്ള ആൾക്കാര് പോലീസ് സ്റ്റേഷനിലെ പരാതി, മുനിസിപ്പാലിറ്റിയിൽ പരാതി, അതായത് എത്രമാത്രം അസത്യങ്ങളുടെ കൊട്ടാരം മന്ത്രിയോട് സംസാരിക്കുന്നതോടുകൂടി ചീട്ടുകൊട്ടാരം പോലെ പൊളിഞ്ഞു വീഴുന്ന അറിയാവുന്ന ആൾക്കാര് തൊട്ടപ്പുറത്തുള്ള കേരളത്തിൽ പോലെ ഷോപ്പിംഗ് കോംപ്ലക്സിന്റെ മുൻവശത്ത് ഒരു യോഗം നടക്കുന്നത് സംബന്ധിക്കാതെ പരാതി നൽകി ആ സമ്മേളനം കുറച്ചുകൂടി നന്നായിപ്പോ കുറെ കൂടി ജനങ്ങൾ തടിച്ചു കൂടിയിട്ടുണ്ട്. അതെന്തായാലും നന്നായി കൂടി പറഞ്ഞുകൊണ്ട് നമ്മുടെ ഈ ചടങ്ങിലേക്ക് കടക്കുകയാണ്. ഏറ്റവും പ്രിയങ്കരിയായിട്ടുള്ള
നമ്മുടെ ഈ കോളേജ് യാഥാർത്ഥ്യമായി തന്ന കേരളത്തിന്റെ വിദ്യാഭ്യാസ മേഖലയിൽ നാളെ കാലം അടയാളപ്പെടുത്താൻ പോകുന്ന ഉന്നത വിദ്യാഭ്യാസ മേഖലയുടെ കുതിപ്പിന്റെ കാരണക്കാരിയായിട്ടുള്ള പ്രിയകരിയായിട്ടുള്ള മന്ത്രി ശ്രീ ആർ ബിന്ദുവിനെ മൊമെന്റം നൽകി സ്വീകരിക്കുന്നതിന് വേണ്ടി LDF കൺവീനർ ശ്രീ സന്തോഷിനെയും അതുപോലെ തന്നെ പ്രിയങ്കരായിട്ടുള്ള സർവസഖാവിനെയും ക്ഷണിക്കുകയാണ്. എല്ലാ ഘടകകക്ഷി നേതാക്കളും കൂടി ചേർന്നുകൊണ്ട് സ്വീകരണം നൽകണമെന്ന് അഭ്യർത്ഥിക്കുന്നു. സർവസഖാവും സന്തോഷായിട്ട് LDF കൺവീനറും ചേർത്ത് മന്ത്രി ബിന്ദുവിന് സ്വീകരണം നൽകുകയാണ്. CPI മണ്ഡലം കമ്മിറ്റിക്ക് വേണ്ടിയിട്ട് സെക്രട്ടറി സഖാവ് PR ശോഭന് സ്വീകരണം നൽകുകയാണ്. CPIക്ക് വേണ്ടി സഖാവ് ശോഭന് സ്വീകരണം നൽകുന്നു. കേരള കോൺഗ്രസ് ബാലകൃഷ്ണപിള്ളയ്ക്ക് വേണ്ടിയിട്ട് അഭിരാമി ഒരു സ്വീകരണം നൽകുന്നു. കോൺഗ്രസ് എസിന് വേണ്ടി ശ്രീ രാജു സ്വീകരിക്കുന്നു. NCPക്ക് വേണ്ടി ശ്രീ ഷാരോൺ മലക്ക് സ്വീകരിക്കുന്നു. INL വേണ്ടി ശ്രീ മുഹമ്മദ് ആലു സ്വീകരണം നൽകുന്നു. INL വേണ്ടി ശ്രീ മുഹമ്മദ് ആലു സ്വീകരണം നൽകുന്നു. CPM പറവൂർ ഏരിയ കമ്മിറ്റിക്ക് വേണ്ടിയിട്ട് സ്വീകരണം നൽകുന്നു. SFI പറവൂർ ഏരിയ കമ്മിറ്റിക്ക് വേണ്ടി ശ്രീ ആദിൽ സുകുമാർ. DYFIക്ക് വേണ്ടി ശ്രീ രാഹുൽ ബ്ലോക്ക് കമ്മിറ്റിയുടെ സെക്രട്ടറി ശ്രീ രാഹുൽ സ്വീകരണം നൽകുന്നു. അടുത്തത് ഒരു സ്വീകരണം കൂടിയുണ്ട്. അത് ഈ കോളേജ് യാഥാർത്ഥ്യമാക്കുന്നതിന് വേണ്ടി അക്ഷീണം പ്രയത്നിച്ച പറവൂരിന് വേണ്ടി പറവൂർ എന്നും കടപ്പെട്ടിട്ടുള്ള ഒരു നേതാവിനുള്ള സ്വീകരണമാണ്. ഇതിന്റെ വർഷങ്ങളായി ഇതിന്റെ പുറകെ നടന്ന് ഈ കോളേജ് യാഥാർത്ഥ്യമാകുമ്പോൾ അതിൽ ഏറ്റവും വലിയൊരു പങ്ക് നിർവഹിച്ചിട്ടുള്ള പ്രിയങ്കരനായിട്ടുള്ള മുൻമന്ത്രിയും പറവൂരിന്റെ നേതാവും എല്ലാമായിട്ടുള്ള CPM സംസ്ഥാന കമ്മിറ്റി അംഗം സഖാവ് S. ശർമ്മയ്ക്ക് ഒരു സ്വീകരണം നൽകുന്നതിന് വേണ്ടിയിട്ട് LDF കൺവീനറെ ക്ഷണിക്കുകയാണ്. മെൻസോട് ചേർന്ന് മൊമെന്റം നൽകണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. LDF കൺവീനർ ഇനി സ്വീകരണം നമ്മൾ ഇവിടെ നൽകുന്നില്ലെങ്കിൽ ഒരു മൊമെന്റ് നമ്മൾ തയ്യാറാക്കേണ്ട കേസരി ട്രസ്റ്റിനാണ്. ഈ കോളേജ് യാഥാർത്ഥ്യമാക്കുന്നതിന് വേണ്ടി പരിശ്രമിച്ച രണ്ട് വ്യക്തിത്വങ്ങൾ, ഒന്ന് പറവൂരിന്റെ മൺമറഞ്ഞ പറവൂരിന്റെ മുനിസിപ്പൽ ചെയർമാനായിരുന്ന അഡ്വക്കേറ്റ് NALI, രണ്ട് SP നായർ. ഈ 2 ഏക്കറോളം ഭൂമിയും ഈ കെട്ടിടവും സർക്കാരിന് സൗജന്യമായി വിട്ടു നൽകിയ കേസരി ട്രസ്റ്റിന്റെ ചെയർമാനായിരുന്ന ശ്രീ SP നായർ. അദ്ദേഹം നമ്മളെ വേർതിരിഞ്ഞെങ്കിലും അദ്ദേഹത്തിന്റെ വസതിയിൽ നിന്ന് അദ്ദേഹത്തിന്റെ മകള് കൊയ്യാണ്ടിരിക്കുകയാണ്. പനിയായതുകൊണ്ട് വരാതിരുന്നാണ് അദ്ദേഹത്തിന് കൈമാറുന്നത്. കേസരി ട്രസ്റ്റിനോടുള്ള സ്വീകരണം നൽകിയതായി ഈ പൊതുസമ്മേളനം കണക്കാക്കാമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് വാക്കുകൾ ചുരുക്കുകയാണ്.